മതത്തിനുമപ്പുറം, അതിർത്തികൾക്കുമപ്പുറം ഒരമ്മയും ഒരു മകനും. മതവും ജാതിയും പറഞ്ഞ് മനുഷ്യർ തമ്മിൽ അകന്നു നിൽക്കുന്ന ഈ കാലത്ത് കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ച. വർഷങ്ങൾക്ക് മുൻപ് ജീവിതോപാധിക്കായി കേരളത്തിൽ നിന്നൊരമ്മ സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ ഒരു സമ്പന്ന കുടുംബത്തിലെ കുഞ്ഞിനെ നോക്കുക എന്നതായിരുന്നു ജോലി. പക്ഷെ അത് വെറും ജോലി മാത്രമായിരുന്നില്ല. ആ കുഞ്ഞിന് അവളൊരു വേലക്കാരിയല്ലായിരുന്നു, ഒരമ്മയായിരുന്നു. വിശന്നപ്പോൾ ഊട്ടിയതവൾ, കരഞ്ഞപ്പോൾ നെഞ്ചോട് ചേർത്തതവൾ, ഉറങ്ങാൻ താരാട്ടുപാടിയതവൾ. സ്വന്തം ചോരയിൽ ജനിച്ചിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ ജനിച്ചൊരു ബന്ധം, അതായിരുന്നു അവരുടെ ബന്ധം. കാലം കടന്നു. അമ്മ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി. ജീവിതം ഇരുവരെയും 2 രാജ്യങ്ങളിലായി വേർതിരിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മകന്റെ ഹൃദയത്തിൽ നിന്ന് ആ അമ്മയുടെ സ്നേഹം മാഞ്ഞുപോയില്ല. ഒരു ദിവസം അവൻ തീരുമാനിച്ചു, തന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ അമ്മയെ വീണ്ടും കാണണം. മാസങ്ങളോളം അന്വേഷിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു. ഒടുവിൽ വിലാസം കണ്ടെത്തി. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കടൽ കടന്ന് ഒരു വിമാനത്തിൽ അവൻ കേരളത്തിലെത്തി. ആ വീട്ടുവാതിൽക്കൽ നിന്നപ്പോൾ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അമ്മ എന്നെ തിരിച്ചറിയുമോ? ആ സ്നേഹം അവൾ ഓർക്കുമോ? വാതിൽ തുറന്നു. അവനെ കണ്ട നിമിഷം ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. യാ ഇബ്നി ഹബീബി എന്ന വിളിയോടെ ആ അമ്മ കൈകൾ നീട്ടി. ഒരു ചെറുകുട്ടിയെപ്പോലെ അവൻ ആ അമ്മയെ മാറോട് ചേർത്തു. അവൻ കരഞ്ഞു, അമ്മയും കരഞ്ഞു. വർഷങ്ങളുടെ ദൂരവും മതഭേദവും ഭാഷാഭേദവും അതിർത്തികളും ആ നിമിഷത്തിലില്ലാതായി. അവിടെ ജാതിയില്ല, മതമില്ല, പണവും പദവിയുമില്ല. ഉള്ളത് ഒരു ബന്ധം മാത്രം, സ്നേഹം. സ്വന്തം ചോരയല്ലെങ്കിലും സ്വന്തം ഹൃദയത്തിൽ ജനിച്ചൊരമ്മയെ വർഷങ്ങൾക്കിപ്പുറം തേടിയെത്തിയ ആ മകന്റെ മനസ്സിനെ എന്ത് വിളിക്കണം? മനുഷ്യത്വം ഇന്നും ജീവിച്ചിരിക്കുന്നു. സ്നേഹത്തിനു മുന്നിൽ ലോകത്തിലെ എല്ലാ അതിർത്തികളും ലയിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നുമുണ്ട് എന്ന വിശ്വാസമാണ് ഈ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കൂടെ കൂടാൻ മറക്കരുത്.